ബേസിൽ പമ്പ് ചേഞ്ച് ചെയ്ത് വേറെ കുഴപ്പമില്ല കേട്ടോ ഇതായിട്ട്. ഇപ്പോൾ പമ്പ് ചേഞ്ച് ചെയ്ത് ഇനി അടുത്ത് പോയി ഒന്നും കൂടി അഡ്ജസ്റ്റ് ഇനി അതിൽ ഇൻലൈറ്റും കൂടി ചെയ്യാനുണ്ട്. അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാം. ഞാൻ പോയി എല്ലാം കഴിക്കട്ടെ. എൻ്റെ പ്ലാൻ കേട്ടോ. ഫുഡ് റെഡിയാക്കി കേട്ടോ. അപ്പോൾ എന്തോ ഇങ്ങനെ കഴിക്കുന്ന ഒരു ശീലം തീരണവരെ തന്നെ മനസ്സിലല്ലേ അതാണ്. അയ്യോ ഒന്ന് ചെറുതായിട്ട് മിസ്സായി പോയതാണ്. സ്റ്റാർട്ടിങ് മൂവ്മെൻറ്റ് ക്യാച്ചർ ചെയ്യുന്നത്. ഇനി നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. ഇനി അടുത്ത് ചെറിയ ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെയാണ്. ട്രേഡ് എടുത്തതെന്ന് പറഞ്ഞാൽ ശകലം നേരത്തെയാണ്. ഞാൻ എപ്പോഴും എടുക്കുന്ന ടൈം ആയിട്ടില്ല. 4 മണി അടുപ്പിച്ചാണ് ഞാൻ നോക്കണത്. ശകലം നേരത്തെ എടുത്തു. ഇതിൻ്റെ പ്ലാനെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഒരു 20, ഇവിടെ എത്തുമ്പോൾ ഒരു 50, ഇവിടെ എത്തുമ്പോൾ ഒരു 10 കൂടി എടുത്തിട്ട് 10 ഫ്രീ ആയിട്ട് വിട്ടിരിക്കണം. അത് ഫ്രീ ആയിട്ട് എത്ര ദൂരം പോകുമോ അത്ര. SL ഇവിടെ തന്നെ ആയിരിക്കും. അതിൻ്റെ 20 SL ഇവിടെ തന്നെ ആയിരിക്കും. ട്രേഡിങ് പ്ലാൻ. ഇനി ഇത് നോക്കൂല. ഇനി നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രഷറിൽ അടിച്ച് തീർന്നു നമ്മളെ കാര്യം. ഓക്കെ, നോക്കണില്ല എന്നല്ല, ജസ്റ്റ് നോക്കണം. മണ്ടേക്കൊന്ന് അടഞ്ഞു പറഞ്ഞു. അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കട്ടെ. ഫുഡൊന്ന് റെഡി ആക്കി അതിനി കഴിക്കട്ടെ. ഓക്കെയാണ് കേട്ടോ. ബാക്കി 20% ഇവിടെ നിന്ന് എക്സിറ്റ് ആയിട്ട് 20% ഇവിടെ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെയാണ്. 20, 50, 50, 60, 70, 80, 90, 30 അവിടെ നിന്ന് സെറ്റ് കംപ്ലീറ്റ്. ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇനി ഹോൾഡ് ചെയ്യാനല്ല മതി. കൂടുതൽ ഗ്രീഡി ആവാണ്ട് നമ്മളെ കാര്യങ്ങളെല്ലാം നടന്നങ്ങ് പോവുക. അതെ, എത്ര 20 ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞാൽ SLൻ്റെ ഇനി പോകുന്നതിന് കുറപ്പുണ്ട്. നമ്മൾ പിന്നെ അത്രയും ഗ്രീഡ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്തൊരു ട്രേഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഗുഡ് ട്രേഡർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗുഡ് ട്രേഡർ ആയിരുന്നു. ഇനി 2 ട്രേഡും കൂടി ഉണ്ട്. വെയിറ്റ് ചെയ്യും. ഒരു ട്രേഡും പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ. ചെറിയ റിസ്ക്കിയാണ്. കാരണം ഞാൻ ആവണതിന് മുമ്പ് എടുത്ത് ഞാൻ ഇതിന് ശേഷം എടുക്കണമെന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ ഒരു അനാലിസിസിൽ അത് കറക്റ്റാണ് വന്നിട്ടുണ്ട്. അതുപോലെ അതിന് ശേഷം എടുത്ത് ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ഒരു 20, 50, ബാക്കി 30 ഹോൾഡ്. അതെ, फट गया ब्रदर, फट गया. ഭയങ്കര വോൾട്ടിലൈറ്റ് ആയി പോയിട്ട് ആ സമയത്ത് കറക്റ്റായിരുന്നു. പക്ഷെ എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ 20% എടുത്ത് കട്ടായി പോയി. ഒന്നും പറയാനില്ലടോ. കറക്റ്റ് ട്രേഡായിരുന്നു. പക്ഷേ ഒരു ട്രേഡ് എടുത്തേട്ടാ. ഇവിടെ നൽകേണ്ട പ്ലാനായിരുന്നു. പക്ഷേ സഡൻ എൻട്രി ആയി. പിന്നെ എന്നതും പോയത് പറഞ്ഞില്ല. എൻ്റെ ട്രേഡെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 ട്രേഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 ഗുഡ്, 1 20% മാത്രമേ ക്ലൈം ആയിട്ടുള്ളൂ. 1 30% കൂടി ക്ലൈം ചെയ്യാനുണ്ട്. ഓക്കെ, അതാണ് കുഴപ്പമില്ല. 30% SL അടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെയാണ് വെക്കേണ്ടത്. ഇവിടെയാണ് വെക്കേണ്ടത്. അത്രയും SL വലിക്കേണ്ട കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് മതി എന്നെടുത്ത കേട്ടോ. സ്പോട്ട് എൻട്രിയാണ്. ചെറിയൊരു ഇതൊന്നും കുഴപ്പമില്ല. 30% റിസ്ക് ഇല്ലാത്ത ട്രേഡേ ആയിരുന്നു എടുത്തത് അവള്. ഇനി അങ്ങ് അറ്റം താഴെ വരെ വന്നാൽ പോയതും കിട്ടിയല്ല. റിസ്കേ ഇല്ലല്ലോ, ചെറിയ റിസ്ക്കാണ്. സെറ്റ് ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെയാണ് കേട്ടോ. ഇനി ഇറങ്ങാൻ ഇവിടെ ടൈം ആവാറായി. ഇതൊരു ട്രേഡാ. ഇത് ഫുള്ള് ഷോർട്ടാണല്ലേ. ഷോർട്ട് ചെയ്യണ എൻ്റെ ബൈയുടെ പൊസിഷൻ കണ്ടപ്പോൾ ബൈ ചെയ്തതാ. കുഴപ്പമില്ലായിരുന്നു. ആ ചെയ്യേണ്ട കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ 1:6 അടുപ്പിച്ച് കിട്ടിയാൽ 30% ചെയ്തിരുന്നേ.
ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അയ്യോ, നേരത്തെ എന്താ പരിപാടി? എന്താ പോയി ചെടി നോക്കുക, മനസ്സിലല്ല എപ്പോഴും ഉള്ളതല്ല. ഇത് തന്നെ, വേറെ പരിപാടി എന്തിനാ അല്ലാതെ. ഇത് കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ്. ഞാൻ അടുത്തുള്ള പരിപാടി പോയി മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട്, മനസ്സിലായില്ല, അതാണ്. മനസ്സിലായല്ലോ ഗൈസ്, മനസ്സിലായല്ലോ ഗൈസ്. അയ്യോ അയ്യോ, കണ്ടുള്ള റെഡിയാക്കി. റൈസ് ഇപ്പൊ കഴിക്കാൻ വേണ്ടി ചെറുതായിട്ട് അത് റെഡിയാകും. ഇത് റെഡിയാക്കട്ടെ. അയ്യോ, സൈഡൊക്കെ വേദനിക്കുന്നു. ഇന്നല്ല കൂടുതൽ നേരം ഉറങ്ങി ദേഹമൊക്കെ നല്ല പിടുത്തം പിടിക്കും. ഇത് കഴിക്കേണ്ട പ്ലാൻ ചേട്ടാ. റെഡിയാക്കി ഇനി ഇത് കഴിക്കാൻ പോകണം. ഫുഡ് റെഡിയാക്കി ഇനി ഇത് കഴിക്കാൻ പോവുക കേട്ടോ. ഇനി ഇത് കഴിക്കാൻ പോവുക. നേരെ ഡ്യൂട്ടി കയറാൻ പോകണം കേട്ടാ. ടൈം ആവണേ ഉള്ളൂ, ഇനി 1/2 മണിക്കൂറും കൂടെ ഉണ്ട്. കുഴപ്പമില്ല, അവിടെ ചെന്ന് അനാലിസിസ്. കാരണം എന്ന് പറഞ്ഞാൽ ട്രേഡിങ് ഫുള്ള് കംപ്ലീറ്റ് ആയി. എൻ്റെ 3 ട്രേഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് ട്രേഡിങ് നോക്കണല്ലോ, ജസ്റ്റ് അനാലിസിസ് മാത്രം. എൻ്റെ ഒപ്പീനിയൻ പറയുക, വയ്ക്കുക, അത് ഓൺലി മൈ ഒപ്പീനിയൻ. എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഓൺലി മൈ ഒപ്പീനിയനാണ്. ബന്ധപ്പെടാതിരിക്കുക അല്ലേ. പോയി നേരെ പോയി അനാലിസിസ് മാത്രം. കമ്പ്യൂട്ടർ ഇപ്പോൾ ചിക്കൻ അല്ല, പയ്യ ചിക്കൻ. മുടി ഫുള്ള് കുറേ പോയി കേട്ടാ. മിക്കവാറും കാശൻ്റെ തന്നെ ഇവിടുന്ന് പോകും. ഇതൊരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടാ. പക്ഷെ ഇതിനും ഉണ്ട് കേട്ടാ, സൈസ് ഉണ്ട് കേട്ടാ. ഏകദേശം ഇതിൻ്റെ ഓരോ സൈസ് തന്നെ ഏകദേശം 100 രൂപ പഠിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടാ 1 മിനിറ്റിൽ അത് തന്നെ 100 ടിപ്പ് ഉണ്ട്. കൊള്ളാം കേട്ടോ. നേരത്തെ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ താഴെ പോയി ഒന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബോക്സ് വരച്ചല്ല, അതിൻ്റെ പുറത്ത് എവിടെ പോകുമോ അങ്ങോട്ടുള്ളൊരു ഇതുപോലെ ചെയ്യാന്ന് വിചാരിച്ചു. അനാലിസിസ്, വേറെ ഒന്നുമില്ല. അത്രയും വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു. അതിന് ഞാൻ പോയി എല്ലായിടം പോയി റോം പിടിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആണ്. ഫ്ലോറിനേഷൻ്റെ ഈ സൈഡ് കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആണ്, ഗുഡാണ്. അടുത്ത് ഇന്നത്തെ ഒരു രീതിയിൽ എന്ന് വെച്ച് നോക്കിയാൽ രാവിലെ തന്നെ 3 ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ 2 ട്രേഡ് സൂപ്പറായിട്ട് പോയി. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 20% വിഡ്രോ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി പിന്നെ റിട്ടേൺ അടിച്ചു. അതാണ് ഒരു ട്രേഡ് പോയത്. ബാക്കി 2 കുഴപ്പമില്ല, 2 അടിപൊളിയായിരുന്നു. ഒരെണ്ണം കൂടുതൽ അടിച്ച്, ഒരെണ്ണം ആ 30% തന്നെ കുറേ കിട്ടി. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% കിട്ടിയില്ല, ബാക്കിയെല്ലാം 20% കിട്ടിയില്ല, അല്ല 30% കിട്ടിയില്ല, ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. 20% കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 50-20 അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. 20 ലോങ്, 30 ലോങ്ങും 20 പാർഷ്യൽ വിഡ്രോയും 50 എനിക്ക് റേഷ്യോ ഉണ്ട്. അതായത് 1:3. അതിൽ 50 അവിടെ നിന്നും ബാക്കി ഹോൾഡ്. അതാണ് 1:6, 7 ആ ഒരു കോൺസെപ്റ്റ് പിടിക്കാനാണ്. അത്രയും ഹൈപ്പർ ടാർഗറ്റ് അല്ല എൻ്റെത്, പഠിച്ചു പറഞ്ഞല്ലേ ഉള്ളൂ, സെറ്റായിക്കോളും. ഞാൻ അടുത്ത് ജോലിയുടെ ബേസ് പിന്നെ അടുത്തത് കുഴപ്പമില്ല, കഴിച്ചും നോക്കിയും എല്ലാം അങ്ങനെ സമയം പോയി. ഞാൻ അടുത്ത ദിവസമായി, മനസ്സിലായില്ല, അതാണ്. പിന്നെ അടുത്ത് ഇനി മീറ്ററിൻ്റെ ഫോട്ടോ കൂടെ എടുത്താൽ കേട്ടോ, ബാക്കിയെല്ലാം സെറ്റാണ്, ഓക്കെ ആണ് കേട്ടോ, കുഴപ്പമില്ല. റീഡിങ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് പോകണം. ഇതും കഴിയാതെ ഇനി അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ റീഡിങ് എല്ലാം എഴുതി കഴിഞ്ഞാൽ അനാലിസിസ് ഒരു സൈഡിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത് ഇപ്പം ഒരു ജിബ്രിൻ എന്ന് പറഞ്ഞുണ്ട്, അതിനിപ്പം വിളിച്ച് പറയണം ക്ലോസ് ചെയ്യാൻ വേണ്ടി. അതും ടൈം ആവാറായി, ഓക്കെ ആണ്. പിന്നെ എഡിറ്റിങ്, നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ചെറിയായിട്ട് ഗെയിം കളിയാതെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.